ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു പുഷ്പരാജ്. iPlus ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കോർപ്പറേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1081/26 നടന്ന കോർപ്പറേഷന്റെ ക്വസ്റ്റ്യൻസിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഓൾറെഡി നമ്മൾ ഒരു പാർട്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പൊ നമുക്കിന്ന് സെക്കൻഡ് പാർട്ട്, രണ്ടാമത്തെ ഭാഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഇൻ ഇന്ത്യ വാസ് ഓർഗനൈസ്ഡ് ഇൻ ദ ഇയർ അറ്റ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ എല്ലാവർക്കും ഓൾറെഡി കൺഫ്യൂഷൻ വരും അല്ലെ. ഓപ്ഷൻ എയിൽ പറയുന്നു 1970 കൊച്ചി, ഓപ്ഷൻ ബി പറയുന്നു 1909 ബാംഗ്ലൂർ, ഓപ്ഷൻ സിയിൽ പറയുന്നു 1970 ന്യൂഡൽഹി, ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു 1984 ട്രിവാൻഡ്രം. ഏതായിരിക്കും ഇവിടെ ആൻസർ വരിക? കാരണം നമ്മൾ പൊതുവെ കാണുന്നത്, നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ള ഫസ്റ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ള, ഞാനും നിങ്ങളും എല്ലാം പഠിച്ചിട്ടുള്ള സരസ്വത് ആണ് അല്ലെ. ഇതാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. സരസ്വത് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിയാണ്. സരസ്വത് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി, ഇതാണ് നമ്മൾ പൊതുവെ പഠിച്ചിട്ടുള്ളത്. എവിടെ? ഇൻ ബോംബെയിൽ. ഏത് വർഷമാണോ? 1905 അല്ലെ. പൊതുവെ എല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആൻസർ ഇതാണ്. പക്ഷെ നമ്മൾ ഇപ്പൊ ഇവിടത്തെ ആൻസർ കീയിൽ ഏതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്? 1909 ബാംഗ്ലൂരിലാണ്. കാരണം ഓൾറെഡി നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു 90% ഈ ക്വസ്റ്റ്യൻ അത്രയ്ക്ക് ആധികാരികത ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. കാരണം സാധാരണയായിട്ട് നമ്മൾ പഠിക്കേണ്ടത് സരസ്വത് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിയാണ്. പക്ഷെ ഇവിടെ നമ്മൾ നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഇങ്ങനെ ബാംഗ്ലൂരിൽ ഫസ്റ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഉണ്ടായിരുന്നു, 1909 ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു എന്ന് കാണാറുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ചോദ്യകർത്താവ് ഇവിടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ ആപ്റ്റ് ആയിട്ട്, പക്ഷെ കറക്റ്റ് ആയിട്ട് ആൻസർ സരസ്വത് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: ഫസ്റ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഇൻ കേരള. അതെവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ഹൗസിംഗ് സൊസൈറ്റി, അതും പഠിക്കണം. ഫസ്റ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി എവിടത്തെയാണ്? കേരളത്തിലെ ആദ്യത്തെ ഹൗസിംഗ് സൊസൈറ്റി ഏതാണ് എന്ന് നമ്മൾ ചോദിച്ചാൽ അതിന്റെ ആൻസർ കണ്ണൂരാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ആൻസർ കണ്ണൂരാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമ്മൾ ഓരോന്ന് പഠിക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ 1969 ആക്ട് പ്രകാരം ഹൗസിംഗ് സൊസൈറ്റീസിനെ നമ്മൾ 2 ടയറിലാണ് തരംതിരിക്കുക. ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. കാരണം ഹൗസിംഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് വരാം. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് കേരളത്തിലെ ഹൗസിംഗ് സംഘങ്ങളെ ആസ് പെർ കെസീസ് ആക്ട് 1969 റൂള് 15 പ്രകാരം എത്ര ടയറിലാണ്? 2 ടയറിലാണ് തരംതിരിച്ചിട്ടുള്ളതെന്ന് ഓർത്തേക്കുക കേട്ടോ. 2 ടയർ സിസ്റ്റമാണ് കേരളത്തിലെ ഹൗസിംഗ് സംഘങ്ങൾ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ ഹൗസിംഗ് സൊസൈറ്റീസിന്റെ ബർത്ത് പ്ലേസ് എവിടാന്ന് വേണം ചോദിക്കാം അല്ലെ. ഹൗസിംഗ് സൊസൈറ്റിയുടെ ജന്മദേശം എവിടെയാണ് ജന്മദേശം വരിക? ഇംഗ്ലണ്ടാണ്. ഇപ്പൊ കൺസ്യൂമർ സംഘമായിക്കോട്ടെ, അതിൽ ഹൗസിംഗ് സംഘങ്ങളായിക്കോട്ടെ, സ്റ്റോർ മൂവ്മെന്റുകളായിക്കോട്ടെ, ട്രേഡ് യൂണിയൻ ആയിക്കോട്ടെ, ബ്രാഞ്ച് ബാങ്കിങ് ആയിക്കോട്ടെ, ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ട് പഠിക്കേണ്ട ഒരു രാജ്യമാണ് ഇംഗ്ലണ്ട്. ലോകത്താദ്യമായിട്ട് സഹകരണ പ്രസ്ഥാനം രൂപീകൃതമായ രാജ്യവും ഇംഗ്ലണ്ട് തന്നെയാണ്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ അത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്ന സമയത്ത് ഞാൻ പറഞ്ഞു കേരളത്തിലെ എത്ര ടയറിലാണ്? 2 ടയറിലാണ് പ്രവർത്തിക്കുക അല്ലെ. 2 ടയറിലാണ്. 2 ടയർ എന്ന് പറഞ്ഞാൽ 2 തലമുണ്ട്. അപ്പെക്സും വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ പ്രൈമറിയും വരുന്നുണ്ട് അല്ലെ. അപ്പെക്സ് ലെവലിലും വരുന്നുണ്ട്, പ്രൈമറി ലെവലിലും വരുന്നുണ്ട്. അപ്പൊ അപ്പെക്സ് ലെവലിൽ വരുന്ന, കേരളത്തിലെ അപ്പെക്സ് ലെവലിൽ വരുന്ന ഹൗസിംഗ് സൊസൈറ്റിയുടെ ആ ഒരു അപ്പെക്സ് ലെവൽ ഏതാണ് ആൻസർ ആയിട്ട് വരിക? അത് ഹൗസ് ഫെഡ് ആണെന്ന് ഓർത്ത് വെച്ചേ കേട്ടോ. ഞാൻ എല്ലാം അങ്ങ് പറഞ്ഞു പോവാണ്. ഏതാണ് മക്കളെ? ഹൗസ് ഫെഡ് ആണ്. കേരളത്തിലെ അപ്പെക്സ് ലെവൽ വരുന്ന ഹൗസിംഗ് സംഘങ്ങളുടെ അപ്പെക്സ് ടയറിൽ വരുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഹൗസ് ഫെഡ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. എന്നാണ് ഹൗസ് ഫെഡ് രജിസ്റ്റർ ചെയ്തതെന്ന് ചോദിച്ചാൽ 23/4/1970 രജിസ്റ്റർ ചെയ്തത്. ഫംഗ്ഷനിങ്ങും പ്രവർത്തനം ആരംഭിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23/9/1970 പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പൊ രജിസ്റ്റർ ചെയ്തതും പ്രവർത്തനം ആരംഭിച്ചതും 2 ദിവസമാണ്. അപ്പൊ നമുക്ക് നോക്കാം, അതിന്റെ ഹെഡ് ക്വാർട്ടറും കൂടെ ഒന്ന് നോക്കിയേക്കാം. ഹെഡ് ക്വാർട്ടർ എവിടെയാണ് വരിക? ഹൗസ് ഫെഡിന്റെ ഹെഡ് ക്വാർട്ടർ വരുന്നത് എറണാകുളത്താണെന്ന് ഓർത്ത് വെച്ചേക്കുക നമുക്ക് കേട്ടോ. എവിടെയാണ്? എറണാകുളത്താണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്, ഒന്ന് മനസ്സിലാക്കിയേക്കുക.
ഇനിയിപ്പോൾ നമ്മൾ നാഷണൽ ലെവലിൽ വരുന്നത്, ഇപ്പം നമ്മുടെ കേരളത്തിലെയാണ് പറഞ്ഞത് അപ്പെക്സ് ലെവലിൽ. നാഷണൽ ലെവലിൽ വരുന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, അത് നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. 1969 സെപ്റ്റംബർ 23 രൂപീകരിച്ചിട്ടുള്ള എന്നാൽ NCHF എന്ന് പറയും, നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അതും ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെ ഉണ്ട് ഹഡ്കോ ഉണ്ട്. ഹഡ്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ് കേട്ടോ. ഇന്ത്യൻ കമ്പനീസ് ആക്ടിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ് ഹഡ്കോ. ഹഡ്കോ എന്ന് പറഞ്ഞാലോ അതിന്റെ ഫുൾ ഫോം ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ഹഡ്കോ. ഓക്കെ, അത് നമ്മളൊന്ന് നോട്ട് ചെയ്യുക, പഠിക്കാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ പറയുന്നത് ഹഡ്കോ. ഇത് സൊസൈറ്റി അല്ല, ഇതെന്താണ്, ഇതൊരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. ഹഡ്കോ എന്ന് പറഞ്ഞാൽ ഇതൊരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. ഓർത്ത് വെച്ചേക്കുക, ഇറ്റ് ഈസ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പം ഇത് എന്താണ്, ഫുള്ളി ഓൺ ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. 25/4/1970 ഹഡ്കോ രൂപീകരിച്ചത് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. 25/4/1970 അതിന്റെ ഹെഡ് ക്വാർട്ടർ വരുന്നത് ന്യൂഡൽഹിയിലാണ്. ഓക്കെ, ഹെഡ് ക്വാർട്ടർ വരുന്നത് ന്യൂഡൽഹിയിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമ്മൾ പഠിക്കാനുള്ളത് എന്താണ്, NHB, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ബാങ്കിന്റെ ഭാഗത്ത് നിങ്ങൾ പഠിക്കും, നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അതും 1988 NHB രൂപീകരിച്ചത്. അതൊരു അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അതൊരു അപ്പെക്സ് റെഗുലേറ്ററി ബോഡിയാണ്. NHB എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അപ്പെക്സ് റെഗുലേറ്ററി ബോഡി എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇഫ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്ന ഇതാണ്, 8ാമത്തെ ചോദ്യം. അത് ഒരു റയർ ചോദ്യമായിരുന്നു. ദ ലോങ് ടൈം ക്രെഡിറ്റ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, അതായത് സംസ്ഥാന സഹകരണ ബാങ്കിനും ആൻഡ് അതേഴ്സ് മറ്റുള്ളവർക്കും അല്ലെ, ദ ലോങ് ടൈം ക്രെഡിറ്റ് ടു ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് അതേഴ്സ് അപ്രൂവ്ഡ് ബൈ ദ RBI ഫോർ റീഫിനാൻസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ഈസ് എക്സ്റ്റെൻഡഡ് ടു എ പീരീഡ് ഓഫ് -years. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും അതുപോലെ മറ്റ് അതേഴ്സിനും RBI അപ്രൂവ് ചെയ്യുന്ന മറ്റുള്ള എന്താ പറയുക സ്ഥാപനങ്ങൾക്കും അവിടെ റീഫിനാൻസ് കൊടുക്കുന്നത് എത്ര വർഷത്തേക്കായിരിക്കും എന്നാണ്. അഗ്രികൾച്ചറിനും അലൈഡ് ആക്ടിവിറ്റീസിനുമായിട്ട് റീഫിനാൻസ് കൊടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? ഓപ്ഷൻ എയിൽ പറയുന്നു 5 വർഷം, ഓപ്ഷൻ ബിയിൽ പറയുന്നു 7 വർഷം, ഓപ്ഷൻ സിയിൽ പറയുന്നു 10 വർഷം, ഓപ്ഷൻ ഡിയിൽ പറയുന്നു 25 വർഷം. അപ്പോൾ അവിടെ റീഫിനാൻസ് നൽകുന്നത് എത്ര വർഷത്തേക്കാണെന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചാൽ 25 വർഷത്തേക്കായിരിക്കും. ഓക്കെ, എത്ര വർഷത്തേക്കാണ്? 25 വർഷത്തേക്കാണെന്ന് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ ഓർഗനൈസേഷൻ that supports dairy cooperatives in the diversification of product portfolio for commercial production by providing value-added products and process technology. അപ്പോൾ ഡയറി കോപ്പറേറ്റീവ്സിനെ സഹായിക്കുന്ന എന്തിനു വേണ്ടിയാണ്? സപ്പോർട്ട് ചെയ്യുന്നു, ഡയറി കോപ്പറേറ്റീവ് സപ്പോർട്ട് ചെയ്യുന്നതിന് ഇൻ ദ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ, അതിന്റെ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടിയും എന്തിനു വേണ്ടിയാണ്? ഫോർ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ബൈ പ്രൊവൈഡിങ് value-added product and process technology. ഓപ്ഷൻ എയിൽ പറയുന്നു ആപ്കോസ്, ഓപ്ഷൻ ബിയിൽ പറയുന്നു NCDC, ഓപ്ഷൻ സിയിൽ പറയുന്നു NDDB, ഓപ്ഷൻ ഡിയിൽ പറയുന്നു NCBA. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആപ്കോസ് വരില്ല, പ്രൈമറി ലെവലിലുള്ള അല്ലേ, ചെറുതല്ലേ, ചെറിയ രീതിയിൽ വരുന്നല്ലേ പ്രവർത്തന പരിധി. NCDC വരില്ല, പിന്നെ ഇതേ ആൻസർ വരികയുള്ളൂ. ആർക്കോ ഏതാണ്? NDDB ആണല്ലേ. എന്താണ് NDDB? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഏത് ആൻസർ വരിക? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്, NDDB, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ് ആൻസർ വരിക എന്ന് ഓർത്ത് വെച്ചേക്കട്ടോ. NDDB, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പൊ NDDB കുറിച്ച് നമുക്ക് പഠിക്കണം, കാരണം ഇപ്പൊ കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ അവിടുന്ന് ഇവിടുന്ന് ചെറിയ ചെറിയ ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് NDDB. നമുക്ക് അത് നോക്കിയേക്കാം. ഇപ്പൊ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് അല്ലെ. ഇപ്പൊ എന്നാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്? വളരെ പ്രധാനപ്പെട്ടാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് അത് രജിസ്റ്റർ ചെയ്തത് അല്ലെങ്കിൽ രൂപീകരിച്ചത്, ഫൗണ്ടഡ് എന്നാണ് ചോദിച്ചാൽ ചില പുസ്തകങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം 26 സെപ്റ്റംബർ 1965 എന്നാണ് ചില പുസ്തകങ്ങളിൽ. പക്ഷെ പ്രോപ്പറായിട്ട് സൈറ്റുകളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് 16 ജൂലൈ 1965 പഠിച്ചാൽ മതി കേട്ടോ. 16 ജൂലൈ 1965 ആപ്റ്റായിട്ടുള്ള ആൻസർ. നമ്മൾ സപ്പോർട്ടിംഗ് പ്രൂഫിൽ നോക്കുമ്പോൾ കിട്ടുന്നത് ഈ ഒരു വർഷമാണ്, 16 ജൂലൈ 1965. ചില പുസ്തകങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാം 26 സെപ്റ്റംബർ എന്നൊക്കെ കാണുന്നുണ്ട്, പക്ഷെ അതല്ല, ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് ഓർത്ത് വെച്ചിട്ട്.
ഇനി എന്റെ ഹെഡ് ക്വാർട്ടർ വരുന്ന എവിടെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. എവിടെയാണ് ഹെഡ് ക്വാർട്ടർ വരുന്നത്? അത് ആനന്ദാണ് കേട്ടോ. ഗുജറാത്തിലെ ആനന്ദാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ആനന്ദ് ഇൻ ഗുജറാത്ത്. ഗുജറാത്തിലെ ആനന്ദിലാണ് NDDBയുടെ ഹെഡ് ക്വാർട്ടർ എന്ന് ഓർത്ത് വെച്ചേക്കുക. എന്താ മക്കളെ? ആനന്ദ് ഇൻ ഗുജറാത്ത് എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അത് പഠിച്ചോണേ. ആനന്ദ് ഗുജറാത്തിലെ ആനന്ദിലാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മൾ പഠിച്ചത് 1965 NDDB രൂപീകരിക്കുന്നത്, ശരിയല്ലേ? എന്നാണ് 1965 NDDB രൂപീകരിക്കുന്നത്, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. എന്നാൽ NDDB ആക്ട് വന്ന വർഷം നമുക്കത് പഠിക്കണം. ഓക്കെ, NDDB ആക്ട് വന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. 1987. അതായത് NDDB രൂപീകരിച്ച് 22 വർഷമായപ്പോഴത്തേക്കും 65 രൂപീകരിച്ചു, 87 NDDB ആക്ട് വരുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതുപോലെ തന്നെ RRB റീജിയണൽ റൂറൽ ബാങ്ക് രൂപീകരിച്ച് 75, RRB ആക്ട് വരുന്നത് 76. ഇവിടെ ഒരു നമ്മൾ സാധാരണ ഇടന്ന് പഠിക്കുമ്പോൾ ആക്ട് വന്നതിന്റെ പിറ്റേ വർഷമായിരിക്കും ആ സ്ഥാപനം രൂപീകരിക്കുക. പക്ഷെ NDDBയിലും RRBയിലും നിങ്ങൾ അത് മനസ്സിലാക്കുക, ഇത് വന്നതിന് ശേഷമായിരിക്കും അതിന്റെ നിയമങ്ങൾ വരുന്നത് എന്ന് ഓർത്ത് വെച്ച് കേട്ടോ. NDDB ആക്ട് 1987, ആക്ട് നമ്പർ 37, ആക്ട് നമ്പർ 37 ഓഫ് 1987 എന്ന് പഠിക്കാനുണ്ട്. ഇതൊക്കെ പ്രോപ്പറായിട്ട് അവരുടെ സൈറ്റിൽ കിടക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ പ്രോപ്പറായിട്ട് അവരുടെ സൈറ്റിൽ കിടക്കുന്നതാണ്. എന്ന് മുതലാണ് എഫക്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12/10/1987 മുതലാണ് വിത്ത് എഫക്റ്റും വരുന്നത്. 12/10/1987 മുതലാണ് വിത്ത് എഫക്റ്റ് എന്ന് ചോദിക്കില്ല, എങ്കിലും ഞാനൊന്ന് പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഫൗണ്ടർ ഓഫ് NDDBയുടെ ഫൗണ്ടർ ആരാന്ന് ചോദിക്കാം. ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യനാണ് കേട്ടോ, അല്ലെ? ഡോക്ടർ വർഗീസ് കുര്യനാണ് ഫൗണ്ടർ ഓഫ് NDDB എന്ന് ഓർത്ത് വെച്ചേക്കും. പിന്നെ ഒരു കോ ഫൗണ്ടറും കൂടെ ഉണ്ട്, അമൃത പട്ടേൽ കേട്ടോ. ഒരു കോ ഫൗണ്ടറും കൂടെ ഉണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കും. അമൃത പട്ടേലാണ് കോ ഫൗണ്ടറായിട്ട് വരിക. ഡോക്ടർ വർഗീസ് കുര്യനാണ് ഫൗണ്ടർ. അതിന്റെ കൂടെ ഒരു കോ ഫൗണ്ടർ ഉണ്ടെന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, നമുക്ക് ഓർക്കുന്നതിന് വലിയ ബുദ്ധിമുട്ട്. ഓർക്കുക, ഫൗണ്ടർ ആരാന്ന് ചോദിച്ചാൽ വർഗീസ് കുര്യനാണ്. കോ ഫൗണ്ടർ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അമൃത പട്ടേലാണ്. ഫസ്റ്റ് ചെയർമാൻ ആരാന്നറിയോ? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. NDDBയുടെ ഫസ്റ്റ് ചെയർമാൻ ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യൻ തന്നെയാണ് ഫസ്റ്റ് ചെയർമാൻ എന്നും ഓർത്ത് വെച്ച് കേട്ടോ. ഫസ്റ്റ് ചെയർമാൻ ആരാണ്? വർഗീസ് കുര്യനാണ് ഫസ്റ്റ് ചെയർമാൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ പറഞ്ഞത് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് പഠിക്കണം? നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഹരിയാനയിലാണ്, കർണാടക. ഓക്കെ, ഹരിയാനയെന്ന് ഓർത്ത് വെച്ചേക്കുക. ഹരിയാനയിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട. ഇനി വേൾഡ് മിൽക്ക് ഡേ എന്നാണ്. വേൾഡ് മിൽക്ക് ഡേ എന്നാന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കുക June 1 എന്ന് ഓർത്ത് വെച്ചേട്ടോ. June 1 എന്തെന്ന് പറയുക? വേൾഡ് മിൽക്ക് ഡേ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി അമൂൽ അറിയാലോ, ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് 1946 വന്നിട്ടുള്ളതെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി കേരളത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ കേരളത്തിലെ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അപ്പെക്സ് ലെവലിൽ വരുന്ന ആരാണ്? മിൽമയാണ് കേട്ടോ. കേരളത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളിപ്പോൾ ഓരോ സെക്ടർ പഠിക്കും. ഇപ്പൊ നമ്മൾ ഡയറിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ കേരളത്തിലുള്ളതും ഇന്ത്യയിലുള്ളതും പഠിക്കണം. അങ്ങനെ ഓരോന്നിനും മാർക്കറ്റിംഗുമായി ബന്ധപ്പെടുമ്പോൾ കേരളത്തിലുള്ളതും ഇന്ത്യയിലുള്ളതും പഠിക്കണം. അപ്പൊ അങ്ങനെ പഠിച്ചു പോകുന്ന കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പൊ നമുക്കറിയാം കേരളത്തിൽ നമ്മുടെ ഈ ഡയറി എന്താ പറയാ ഡയറി ഡിപ്പാർട്ട്മെന്റിലെ നമ്മൾ കേരളത്തിൽ എത്ര ടയറായിട്ടാണ് തരം തിരിച്ചേക്കുന്നത് ചോദിച്ചാൽ 3 ടയർ ആണെന്ന് ഓർത്ത് വെച്ചു കേട്ടോ. കേരളത്തില് എത്ര ടയറിലാണ് ഈ ഡയറി വരിക എന്ന് ചോദിച്ചാൽ അത് 3 ടയർ ആണ്. അപ്പെക്സ് ലെവൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പെക്സ് ലെവൽ വരുന്നുണ്ട്. പിന്നെന്താണ്? പിന്നെ പറയുന്നുണ്ട് മിഡിൽ ലെവലിൽ വരുന്നുണ്ട്, പിന്നെ പ്രൈമറി ലെവലിലും വരുന്നുണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഓർത്ത് വെച്ചേക്കുക. കേരളത്തില് 3 ടയറിലാണെന്ന് ഓർത്ത് വെച്ചത് കേട്ടോ. അപ്പെക്സ് ലെവലിൽ വരുന്ന ആരായിട്ടാണ്? ഏറ്റവും ടോപ്പ് ലെവലിൽ കേരളത്തിൽ അത് മിൽമയാണ്. എന്താണ് മക്കളെ? അത് മിൽമയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി മിഡിൽ ലെവലിൽ വരുന്ന ആരാണ്? അത് RCMPU എന്ന് ഓർത്ത് വെച്ചേക്കുക. റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ആണ്. പിന്നെ പ്രൈമറി ലെവലിൽ വരുന്ന നമ്മുടെ നാട്ടിലേക്കുള്ള പാൽ സംഘങ്ങളില്ലേ, ആപ്കോസ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയേക്കുക കേട്ടോ. ഓക്കെ, പിന്നെ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ്. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കുക, അത് വർഗീസ് കുര്യനാണ്. ഓക്കെ, I too had a dream, അത് കുര്യന്റെ ഓട്ടോബയോഗ്രഫിയാണ്. പിന്നെ അൺഫിനിഷ്ഡ് ഡ്രീം എന്ന് പറഞ്ഞാൽ വർഗീസ് കുര്യന്റെ ബുക്കാണെന്ന് ഓർത്ത് വെച്ചേക്കുക.
ജസ്റ്റ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയേക്കുക, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ മിൽമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താ നമുക്ക് പറയാം, KCMMF അല്ലെ, KCMMF അതിന്റെ പേരാണ് മിൽമ. KCMMF എന്ന് പറഞ്ഞാൽ എന്താണ്? കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണ്. കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണ് മിൽമ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, എസ്റ്റാബ്ലിഷ് ചെയ്തത് 21/4/1980 ഹെഡ്ക്വാർട്ടർ വരുന്നത് തിരുവനന്തപുരത്താണെന്ന് ഓർത്ത് വെച്ചേക്കുക. ജസ്റ്റ് അത്രയും മതി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദിസ് സ്കീം പ്രൊട്ടക്ട്സ് കവറിംഗ് ലോൺ ലയബിലിറ്റീസ് ഇഫ് എ ബോറോവർ ഡൈസ് ഡ്യൂറിംഗ് ദ ലോൺ പീരീഡ് ആണ്. അതായത് ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ലോൺ കൊടുക്കുന്ന സമയത്ത് എന്ത് ഈടാക്കാറുണ്ട്? റിസ്ക് ഫണ്ട് ഈടാക്കാറുണ്ട് അല്ലെ. ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ കൊടുക്കുന്ന സമയത്ത് റിസ്ക് ഫണ്ട് ഈടാക്കാറുണ്ട്. നമ്മൾ ലോയുടെ പോർഷൻ പഠിപ്പിച്ചപ്പോൾ വളരെ വിശദമായിട്ട് എങ്ങനെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഈ റിസ്ക് ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്, ഈ സ്കീം പ്രകാരം ദിസ് സ്കീം പ്രൊട്ടക്ട്സ് കവറിംഗ് ലോൺ ലയബിലിറ്റീസ് ഇഫ് എ ബോറോവർ ഡൈസ് ഡ്യൂറിംഗ് ദ ലോൺ പീരീഡ്. ആ ലോൺ പീരീഡിന്റെ സമയത്ത് ബോറോവർ മരണപ്പെടുകയാണെങ്കിൽ ആ ലോൺ ലയബിലിറ്റി ഈ ഒരു സ്കീമിനാൽ എന്താകും? കവർ ചെയ്തു പോകും അല്ലെ. അപ്പൊ അത് ഏതാണ്? ഓപ്ഷൻ എ പറയുന്നത് വെൽഫെയർ ഫണ്ട് ആണോ, ഓപ്ഷൻ ബി റിസ്ക് ഫണ്ട്, ഓപ്ഷൻ സി ത്രിഫ്റ്റ് ഫണ്ട്, ഓപ്ഷൻ ഡി റിലീഫ് ഫണ്ട്. ഏതാണ് ആൻസർ വരിക? ഏതാണ്? അത് റിസ്ക് ഫണ്ട് ആണെന്ന് ഓർത്ത് വെച്ചേക്ക് കേട്ടോ. ഓക്കെ, എന്താണ് ആ റിസ്ക് ഫണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. റിസ്ക് ഫണ്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡ്യൂറിംഗ് എ ജോബ് ഫോർ ഇറ്റ്സ് ഇൻഹറന്റ് എൻജോയ്മെന്റ്, സാറ്റിസ്ഫാക്ഷൻ ഓർ പേഴ്സണൽ ചാലഞ്ച് റാദർ ദാൻ ഫോർ എക്സ്റ്റേണൽ റിവാർഡ്സ്. ഏതാണ് ആൻസർ വരിക? എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണോ, ഫിയർ ബേസ്ഡ് മോട്ടിവേഷൻ ആണോ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണോ, അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ മോട്ടിവേഷൻ ആണോ? ഡ്യൂറിംഗ് എ ജോബ് ഫോർ ഇറ്റ്സ് ഇൻഹറന്റ് എൻജോയ്മെന്റ്, സാറ്റിസ്ഫാക്ഷൻ ഓർ പേഴ്സണൽ ചാലഞ്ച് റാദർ ദാൻ ഫോർ എക്സ്റ്റേണൽ റിവാർഡ്. ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക? എന്നാലും പഠിപ്പിച്ചിട്ടുള്ള മോട്ടിവേഷൻ, വ്യത്യസ്ത തരത്തിലുള്ള മോട്ടിവേഷൻ ഉണ്ട്. നമ്മൾ പ്രേരകം എന്ന് പറയുന്നില്ല അല്ലെ, പ്രേരിപ്പിക്കുക, ജോലി ചെയ്യാൻ വേണ്ടി തന്നെ പ്രേരിപ്പിക്കുന്ന മോട്ടിവേറ്റ് എന്ന് പറയും. നമ്മൾ പഠിക്കുന്ന സമയത്താണ് നമുക്ക് കുറച്ച് മോട്ടിവേഷൻ ഒക്കെ വേണം, അധികമായാലും ശരിയാവില്ല അല്ലെ. പഠിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് മോട്ടിവേഷനേക്കാൾ കൂടുതലായിട്ട് വേണ്ടത് എന്താണ്? പഠിക്കുന്ന സമയത്ത് പഠനത്തിൽ മോട്ടിവേഷൻ വേണം, മോട്ടിവേഷനേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടത് ഡിസിപ്ലിൻ ആണ്. ഓക്കെ, ഇപ്പോഴും ഞാനത് പറയുന്നത്. ഇപ്പൊ നമുക്ക് അതിലേക്ക് പോകണ്ട, ഇവിടെ ക്വസ്റ്റനിലേക്ക് പോവാം. ഡൂയിങ് എ ജോബ് ഫോർ ഇറ്റ്സ് ഇൻഹറന്റ് എൻജോയ്മെന്റ്, സാറ്റിസ്ഫാക്ഷൻ ഓർ പേഴ്സണൽ ചലഞ്ച് റാദർ ദാൻ ഫോർ എക്സ്റ്റേണൽ റിവാർഡ്സ്. അതിൽ ഏതാണ് ആൻസർ വരിക? നോക്കിയേ, ഇപ്പൊ ഇവിടെ ഏതാണ് നമുക്ക് ആൻസർ വരിക? ഇവിടെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആൻസർ വരിക കേട്ടോ. എന്താണ് ആൻസർ വരിക? ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് ഓർത്ത് വെച്ചേക്കും. എന്താണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് പറയാം ആന്തരിക പ്രചോദനം. മലയാളത്തിൽ നമുക്ക് പറയാം ആന്തരിക പ്രചോദനം. എന്താണ് അർത്ഥമാക്കുക? നമുക്ക് മറ്റൊന്നിനെയും നമ്മൾ പുറമേ നിന്നുള്ള ഒന്നിനെയും നമ്മൾ നോക്കുന്നില്ല, നമ്മൾ മറ്റേ എക്സ്റ്റേണൽ റിവാർഡുകളൊന്നും നോക്കുന്നില്ല കേട്ടോ. എന്താണ് അർത്ഥമാക്കുക? ആന്തരിക പ്രചോദനം എന്ന് ഓർത്ത് വെച്ചേക്കുക. ആന്തരിക പ്രചോദനം. ഇത് കുറച്ചുകൂടി നമ്മൾ മലയാളത്തിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്താണ് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലായിട്ട് പറയാണ്. എന്താണ് ആന്തരിക പ്രചോദനം എന്നത് പുറത്തു നിന്നുള്ള പ്രതിഫലങ്ങളോ, അതായത് പണവോ സമ്മാനങ്ങളോ സമ്മർദ്ദങ്ങളോ കൂടാതെ ഒരു വ്യക്തി, അതായത് ഇപ്പൊ നമ്മൾ ചിലർ പറഞ്ഞില്ല, ചില ജോലി ചെയ്യുമ്പോൾ അത് അവരുടെ പാഷനാണെന്ന് പറയാറില്ലേ, അതിൽ കിട്ടുന്ന പൈസയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, അവർക്കൊരു സന്തോഷം. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമുക്ക് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയാം അല്ലെ. അതായത് ആന്തരിക പ്രചോദനം എന്നത് പുറത്തു നിന്നുള്ള പ്രതിഫലങ്ങളോ, പ്രതിഫലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന പുറത്തുനിന്ന് ക്യാഷോ അല്ലെങ്കിൽ സമ്മാനമൊക്കെയാണ് പുറത്തു നിന്നുള്ള പ്രതിഫലം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ റിവാർഡ് എന്നുകൊണ്ട് അർത്ഥമാക്കുക. ഇപ്പൊ പറയാണ് പുറത്തു നിന്നുള്ള പ്രതിഫലങ്ങളോ സമ്മർദ്ദങ്ങളോ കൂടാതെ ഒരു വ്യക്തി തന്റെ ഉള്ളിൽ നിന്നുള്ള ആഗ്രഹം, ആസ്വാദനം അല്ലെങ്കിൽ വ്യക്തിപരമായ സംതൃപ്തി എന്നിവയാൽ മാത്രം ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുക. അതായത് സ്വന്തമായിട്ട് ഫോർ എക്സാമ്പിൾ ചിലർ പറയും, ഞാൻ ആ ജോലി ചെയ്യുമ്പോൾ ഞാൻ വളരെ സന്തുഷ്ടനാണ് അല്ലെ, ശമ്പളമൊന്നുമല്ല, ഞാൻ അതിൽ വേറെ ഹാപ്പിയാണ്. അപ്പൊ അവിടെ ആ ഒരു പ്രേരക വസ്തു അതാണ് എന്ന് പറയാ, അതിന് നമുക്ക് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയാം. പുറത്തുനിന്നുള്ള നമ്മുടെ റിവാർഡിനെ ഒന്നും നമ്മൾ നോക്കുന്നില്ല, നമുക്ക് സമ്മാനം കിട്ടുമോ അല്ലെങ്കിൽ കൂടുതൽ പണം കിട്ടുമോ നോക്കുന്നില്ല. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ കൂടുതൽ ടീച്ചേഴ്സിനെയാണ് നമ്മൾ കാണുന്നത് അല്ലെ. ചില ടീച്ചേഴ്സ് പറയാറില്ലേ, ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് പഠിപ്പിക്കുന്നത്, എനിക്ക് എന്താണ് പറയുക, പഠിപ്പിക്കുന്ന ദിവസം ഞാൻ സന്തോഷം കണ്ടെത്തുന്നു. അപ്പൊ ഇങ്ങനെയുള്ള നമുക്ക് എന്ത് പറയാം? ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയാം കേട്ടോ. എന്താണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയാം? ആന്തരിക പ്രചോദനം എന്ന് ഓർത്ത് വെച്ച് വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ നമുക്ക് ബാഹ്യ പ്രചോദനം എന്ന് പറയുക, പുറത്തു നിന്നുള്ളത്. ദാറ്റ് മീൻസ് ഇവിടെ പറയുന്നത് എന്താണ്? എന്താണ് ബാഹ്യമായിട്ടുള്ള റിവാർഡുകൾ, ഇതിന് നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, നമ്മളിപ്പോൾ പറയുന്ന നേരെ ഓപ്പോസിറ്റിനാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുക. ബാഹ്യമായ റിവാർഡുകൾ, അംഗീകാരം അല്ലെങ്കിൽ പ്രശസ്തി എന്നിവ ലക്ഷ്യമാക്കി ഒരു പ്രവൃത്തി ചെയ്യുന്നതിനെയാണ്
ബാഹ്യ പ്രചോദനം അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അതായത് പുറമേ നിന്നുള്ള പ്രേരണ, പണം, അല്ലെങ്കിൽ പുതിയ നമുക്ക് എന്താ പറയുക ചില ജോലി ചെയ്തില്ലേ, എനിക്ക് പ്രൊമോഷൻ വേണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഗ്രേഡിലേക്ക് ഉയരണം, അല്ലെങ്കിൽ ഇത്ര സാലറി ഇൻക്രിമെന്റ് വേണം, അങ്ങനെയൊക്കെ ഉള്ളതാണ് നമുക്ക് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പം അതിന് നേരെ വിപരീതമാണ് എന്തെന്ന് പറയുക, ആന്തരിക പ്രചോദനം അല്ലെങ്കിൽ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ആൻ ഇൻഡിപെൻഡന്റ് ഗ്രീവൻസ് റിഡ്രസൽ അതോറിറ്റി ഫോർ മെമ്പേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓപ്ഷൻ എ ആർബിട്രേറ്റർ, ഓപ്ഷൻ ബി ഓംബുഡ്സ്മാൻ, ഓപ്ഷൻ സി ട്രിബ്യൂണൽ, ഓപ്ഷൻ ഡി രജിസ്ട്രാർ ആണ്. ആൻ ഇൻഡിപെൻഡന്റ് ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഇൻഡിപെൻഡന്റ് ഗ്രീവൻസ് റിഡ്രസൽ അതോറിറ്റി ഫോർ മെമ്പേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ ഈ സഹകരണ സംഘത്തിൽ ഉണ്ടാകുന്ന സഹകരണ സംഘങ്ങളിൽ നിന്ന് കിട്ടുന്ന സേവനങ്ങൾ, ഓക്കെ, പല വ്യത്യസ്തമായിട്ടുള്ള സേവനങ്ങളുണ്ട്. അപ്പൊ അതില് നമ്മൾ തൃപ്തരല്ല എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ പരിഹരിക്കുന്നത് ആരാന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പറഞ്ഞു ആർബിട്രേറ്റർ. ആർബിട്രേറ്റർ വരുമില്ല. ആർബിട്രേറ്റർ എപ്പോഴും ഡിസ്പ്യൂട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മോണിറ്ററി ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മധ്യസ്ഥനാണ്, അല്ലെ. നമ്മൾ ലോൺ എടുത്തിട്ട് ഒരാൾ പൈസ തിരിച്ചടയ്ക്കുന്നില്ല, കേസ് ഫയൽ ചെയ്യുന്നു, അത് തർക്കം പരിഹരിക്കാൻ വരുന്ന വ്യക്തിയാണ് ഈ ആർബിട്രേറ്റർ എന്ന് പറയുക. കാരണം ഒരു മധ്യസ്ഥനായിട്ട് നിന്നുകൊണ്ട് തന്നെ സംഘത്തിനും ആ മെമ്പേഴ്സിനും പ്രശ്നമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുക, കേസൊക്കെ റെഡിയാക്കുന്ന ആളാണ് ആർബിട്രേറ്റർ എന്ന് പറയാം. ട്രിബ്യൂണൽ എന്ന് പറയാൻ നമുക്കറിയാം, നമ്മളൊരു വിധി വന്നാൽ സെക്ഷൻ 70 പ്രകാരം ഒരു വിധി വന്നാൽ ആ വിധിക്കെതിരെ അപ്പീലും കൊണ്ട് പോകുന്ന ആ ഒരു ഹയർ അതോറിറ്റിയാണ് ട്രിബ്യൂണൽ. രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുക, സംഘം രജിസ്റ്റർ ചെയ്യുക, അതുപോലെ തന്നെ സൂപ്പർസീഡ് ചെയ്യുക, ഇൻക്വയറി നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അതായത് സംഘത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ നോക്കുന്നതാണ് രജിസ്ട്രാർ. ഓക്കെ, നമ്മൾ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് തലവൻ എന്നൊക്കെ വിശേഷിപ്പിക്കാം. പക്ഷെ ഇവിടെ ആൻസർ വരുന്നതാണ് ഓംബുഡ്സ്മാൻ ആണ് ഇവിടെ ആൻസർ വരിക കേട്ടോ, ഓർത്ത് വെച്ചേക്കുക. ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഓംബുഡ്സ്മാൻ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഓംബുഡ്സ്മാൻ, കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ, നമ്മൾ ആദ്യം ഈ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ പഠിക്കുന്ന മുമ്പ് ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞ ഈ ഒരു ഐഡിയോളജി, അല്ലെ, അതായത് പരിഹരിക്കുക, അല്ലെങ്കിൽ നമുക്കറിയാം കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ സഹകരണ സംഘങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കിങ് സേവനങ്ങളും മറ്റ് ഇതര സേവനങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ആ പരാതികളൊക്കെ കേട്ട് പരിഹരിക്കുക. അതാണല്ലോ ഓംബുഡ്സ്മാന്റെ കർത്തവ്യം. അപ്പം അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാന്റെ കർത്തവ്യം അതാണ്. ഇപ്പൊ ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞ ഐഡിയോളജി ആദ്യമായിട്ട് രൂപീകരിച്ചത് ഏത് രാജ്യത്താന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കുക, ഈ ഒരു ഐഡിയോളജി വന്നത് സ്വീഡനിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഓക്കെ, ബർത്ത് പ്ലേസ് ഓഫ് ഓംബുഡ്സ്മാൻ എന്നറിയപ്പെടുന്നത് ബർത്ത് പ്ലേസ് ഓഫ് ഓംബുഡ്സ്മാൻ എന്നറിയപ്പെടുന്നത് സ്വീഡൻ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അതാണ് സ്വീഡൻ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ ഓംബുഡ്സ്മാനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഓംബുഡ്സ്മാനെ കുറിച്ച് പരാമർശിക്കുന്നത് KCS ആക്ടിലേക്ക് വരുമ്പോൾ സെക്ഷൻ 69A എന്തിനെ കുറിച്ച് പറയുന്നത്, ഓംബുഡ്സ്മാനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 69A ഓംബുഡ്സ്മാനെ കുറിച്ച് പറയുന്നത്. ആരാണ് ഓംബുഡ്സ്മാനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ആണ് ഓംബുഡ്സ്മാനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എങ്ങനെ പറയാ, ദ ഗവൺമെന്റ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ്. ഒഫീഷ്യൽ ഗസറ്റിൽ പരസ്യപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് ആണ് എന്ത് ഫ്രെയിം ചെയ്യുന്നത്, ഓംബുഡ്സ്മാൻ. നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്, ആദ്യം ഇവിടെ ഓംബുഡ്സ്മാനെ അല്ല ഗവൺമെന്റ് ഫ്രെയിം ചെയ്യുന്നത്, ഒരു ഓംബുഡ്സ്മാൻ സ്കീമാണ്. ഓക്കെ, കേരള കോഓപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീമാണ് ആദ്യമായിട്ട് ഇവിടെ രൂപീകരിക്കുന്നത്. എന്താണ്, കേരള കോഓപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീമാണ്. എന്തിനു വേണ്ടിയാണ് ഈ സ്കീം രൂപീകരിക്കുക എന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട്, ഒബ്ജക്ട് ഓഫ് എനേബിളിംഗ് റിഡ്രസൽ ഓഫ് കംപ്ലയിൻസ് റിലേറ്റിംഗ് ടു ഡെഫിഷ്യൻസി ഇൻ ബാങ്കിങ് ഓർ അതർ സർവീസസ് റെന്റഡ് ബൈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇപ്പൊ സഹകരണ സംഘങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങൾ പ്രൊവൈഡ് ചെയ്ത ബാങ്കിങ് സേവനങ്ങളും മറ്റ് ഇതര സേവനങ്ങളുമായി ബന്ധപ്പെട്ട് അംഗങ്ങൾക്ക് മെമ്പേഴ്സ് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ ആ പരാതികൾ കേട്ട് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗവൺമെന്റ് ഈ കോഓപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം രൂപീകരിക്കുന്നത്, പുറത്തു വെച്ചേക്കുക. അതിനുശേഷം പറയുന്നുണ്ട്, ഗവൺമെന്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഓംബുഡ്സ്മാനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ആദ്യം സ്കീം രൂപീകരിക്കുന്നു, അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഓർത്ത് വെച്ചേക്കുക, ആദ്യം സ്കീം രൂപീകരിക്കുന്നു, അതിനുശേഷമാണ് ഓംബുഡ്സ്മാനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അല്ലെ, ദ ഗവൺമെന്റ് മേ അപ്പോയിന്റ് 1 or more പേഴ്സൺ എന്നാണ് പറയുന്നത്. ഗവൺമെന്റ് വേണമെങ്കിൽ ഒരാളെ അപ്പോയിന്റ് ചെയ്യുക, ഒന്നിൽ കൂടുതൽ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുക. ഓർത്ത് വെച്ചേക്കുക, the government may appoint 1 or more persons as ombudsman or ombudsman. അപ്പോൾ ഒരാളെയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരെയോ ഗവൺമെന്റിന് വേണമെങ്കിൽ ഓംബുഡ്സ്മാൻ എന്നുള്ള ആ ഒരു തസ്തികയിലേക്ക് അപ്പോയിന്റ് ചെയ്യാം. ഒരാളാണെങ്കിൽ ഓംബുഡ്സ്മാൻ എന്ന് പറയും, ഒന്നിൽ കൂടുതൽ ആൾക്കാരാണെങ്കിൽ ഓംബുഡ്സ്മെൻ എന്ന് പറയും. അത് ഓർത്ത് വെച്ചേക്കും. ഒരാളാണെങ്കിൽ എന്ത് പറയണം മക്കളെ, ഓംബുഡ്സ്മാൻ എന്ന് പറയും. ഒന്നിൽ കൂടുതൽ ആൾക്കാരെയാണെങ്കിൽ നമ്മൾ ഓംബുഡ്സ്മെൻ എന്ന് പറയുന്നു, ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഈ നിയമപ്രകാരമുള്ള വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ നിയമപ്രകാരം നിക്ഷിപ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഒരാളെയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരെയോ ഓംബുഡ്സ്മാൻ അല്ലെങ്കിൽ ഓംബുഡ്സ്മെൻ എന്നുള്ള ആ തസ്തികയിലേക്ക് എന്ത് ചെയ്യണം, അപ്പോയിന്റ് ചെയ്യുന്നു എന്ന് ഓർത്ത് വെച്ചേക്കും. ഇങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്ന ഓംബുഡ്സ്മാൻ അല്ലെങ്കിൽ ഓംബുഡ്സ്മെൻ
ഒരാളാണ് ഓംബുഡ്സ്മാൻ, ഒന്നിൽ കൂടുതലാണെങ്കിൽ ഓംബുഡ്സ്മാൻ. ഇവരുടെ കാലാവധിയെ കുറിച്ച് പറയുന്നുണ്ട്. ദ ടേം ഓഫ് ഓഫീസ് ഓഫ് ഓംബുഡ്സ്മാൻ ഓർ ഓംബുഡ്സ്മാൻ ആസ് ദ കേസ് മേ ബി ഷാൾ ബി 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് ദെയർ എൻറ്ററിംഗ് ഓഫീസ്. ഒന്നെങ്കിൽ ചാർജ് എടുത്ത് 3 വർഷം, അല്ലെങ്കിൽ 65 വയസ്സ്. ഇതിൽ ഏതാണോ ആദ്യം അതുവരെ ആയിരിക്കും ഇവരുടെ കാലാവധി, അല്ലെ? ഒന്നെങ്കിൽ 3 വർഷം, അല്ലെങ്കിൽ 65 വയസ്സ്, വിച്ച് എവർ ഈസ് ഏർലിയർ. ഒന്നെങ്കിൽ ഓംബുഡ്സ്മാനുടെ ചാർജ് എടുത്ത് 3 വർഷം, അല്ലെങ്കിൽ 65 വയസ്സിൽ. ഇതിൽ ഏതാണോ ആദ്യം ആകുന്നത് അതുവരെ ആയിരിക്കും അവരുടെ കാലാവധി എന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ ഇവിടെ പറയുന്നത് ഓംബുഡ്സ്മാൻ ഓർ ഓംബുഡ്സ്മാൻ സോർ അപ്പോയിന്റഡ് അണ്ടർ ദിസ് സബ്സെക്ഷൻ 2 ഷാൾ ബി എ പേഴ്സൺ ഓർ പേഴ്സൺസ് ഹാവിംഗ് എ മിനിമം ഓഫ് 10 years ഓഫ് ബാർ പ്രാക്ടീസ്. അപ്പൊ ഇവരുടെ യോഗ്യതയെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെ? ചുമ്മാ കാണുന്നവരെയും കേൾക്കുന്നവരെയും നമുക്ക് ഓംബുഡ്സ്മാനായിട്ടൊന്നും അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. യോഗ്യതകൾ പറയുന്നുണ്ട്. മിനിമം കുറഞ്ഞത് 10 വർഷമെങ്കിലും, മിനിമം പറയുന്നുണ്ട്, മിനിമം ഓഫ് 10 years ഓഫ് ബാർ പ്രാക്ടീസ് ആൻഡ് ഹാവിംഗ് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ്. ഓക്കെ, 10 വർഷത്തെ, കുറഞ്ഞത് 10 വർഷത്തെ ബാർ പ്രാക്ടീസും അതോടൊപ്പം പറയുന്നുണ്ട് ആൻഡ് ഹാവിംഗ് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ ബാങ്കിങ് ഓർ കോപ്പറേറ്റീവ് ഫീൽഡ്. ഓക്കെ, പിന്നെ നമ്മൾ ഓർത്ത് വെച്ചേക്കാം ഓംബുഡ്സ്മാൻ ഷാൾ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെന്റ്. ഓംബുഡ്സ്മാൻ ആരുടെ നിയന്ത്രണത്തിലാണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ് എന്ന് ഓർത്ത് വെച്ചേക്കട്ടോ. ഓംബുഡ്സ്മാൻ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നോക്കി. ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഡാഷ് ഹെൽപ്സ് ടു നോ വെദർ കമ്മ്യൂണിക്കേഷൻ ഈസ് റിസീവ്ഡ് വിത്ത് ദ റിസീവർ ആസ് ഇന്റൻഡഡ് ബൈ ദ സെൻഡർ. അപ്പം അത് ഏതിൽ കൂടെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്? ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ. അപ്പം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക? അതായത് ഒരാളൊരു എന്താ പറയുക, ഒരു വിവരം മറ്റൊരാൾക്ക് കൊടുക്കുന്നു. സെൻഡർ ഒരു വിവരം എന്താണ് റിസീവർക്ക് കൊടുക്കുന്നു. അത് പ്രോപ്പറായിട്ട് സെൻഡർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അവിടെ കാര്യങ്ങൾ റിസീവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നറിയപ്പെടുന്നത് ഏതിൽ കൂടെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ എൻകോഡിംഗ്, ഓപ്ഷൻ ബി ചാനൽ, ഓപ്ഷൻ സി ഫീഡ്ബാക്ക്, ഓപ്ഷൻ ഡി ട്രാൻസ്മിഷൻ. ഞാനിപ്പോൾ ഒരു കാര്യം പറയുന്നു, ഒരാളോട് കാര്യം പറയുന്നു, അത് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അവർ ലഭിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ആ ഫീഡ്ബാക്കിൽ കൂടെ അറിയാൻ പറ്റുള്ളൂ, അല്ലേ? ഇതിൽ കൂടെ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ ഫീഡ്ബാക്ക് എടുത്താലേ അറിയാൻ പറ്റുള്ളൂ എന്നോർത്ത് വെച്ചേക്കും. അപ്പൊ ഫീഡ്ബാക്കിലൂടെ അറിയാൻ പറ്റും എന്നോർത്ത് വെച്ചേക്കും. അടുത്താണ് പറയുന്നത്, ഇൻ അഡീഷൻ ടു സ്റ്റാറ്റ്യൂട്ടറി ഫങ്ഷൻസ് ദ രജിസ്ട്രാർ ഈസ് റെസ്പോൺസിബിൾ ഫോർ. അപ്പൊ ഈ സ്റ്റാറ്റ്യൂട്ടറി നിയമപരമായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങൾ രജിസ്ട്രാറിനുണ്ട്. അപ്പൊ അതിനോടൊപ്പം ഇൻ അഡീഷൻ ടു സ്റ്റാറ്റ്യൂട്ടറി ഫംഗ്ഷൻ, ഈ സ്റ്റാറ്റ്യൂട്ടറി ഫംഗ്ഷനോടൊപ്പം തന്നെ രജിസ്ട്രാർ എന്തിനും കൂടെ റെസ്പോൺസിബിൾ ആണ്. ഓപ്ഷൻ എ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ രജിസ്ട്രാറിന്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഫംഗ്ഷൻ തന്നെയാണ്, അല്ലെ? മറ്റാർക്കും അത് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അടുത്തത് അമെന്റ്മെന്റ് ഓഫ് ബൈലോ. ബൈലോ അമെന്റ്മെന്റും രജിസ്ട്രാറിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവാർഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഉത്തരവിറക്കുന്നതും രജിസ്ട്രാറിന്റെയാണ്, അല്ലെ? വിധി നടപ്പാക്കൽ, അതാണ് എക്സിക്യൂഷൻ. 76 നമ്മൾ പറയാറുണ്ട്. അപ്പം പറയുകയാണ് സ്റ്റാറ്റ്യൂട്ടറി ഫംഗ്ഷൻസ് ഒരുപാടുണ്ട്. ഇപ്പൊ രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൂപ്പർ സെഷൻ ആയിക്കോട്ടെ, ഇൻക്വയറി ആയിക്കോട്ടെ, അമെന്റ്മെന്റ് ആയിക്കോട്ടെ, ബൈലോ അവാർഡ് ചെയ്യുന്ന കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലിക്വിഡേഷൻ, അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ്, അല്ലെങ്കിൽ ലിക്വിഡേഷൻ ആയിക്കോട്ടെ. ഇതൊക്കെ രജിസ്ട്രാറിന്റെ സ്റ്റാറ്റ്യൂട്ടറി ഫംഗ്ഷൻ ആണ്. അതോടൊപ്പം തന്നെ എന്തും കൂടെ ഉണ്ടെന്നാണ് പറയുക, അതോടൊപ്പം തന്നെ ഡെവലപ്മെന്റൽ ഫംഗ്ഷൻ കൂടെ ഉണ്ടെന്ന് ഓർത്ത് വെച്ചു കേട്ടോ. ക്ലിയർ അല്ലേ? ഇൻ അഡീഷൻ ടു സ്റ്റാറ്റ്യൂട്ടറി ഫംഗ്ഷൻസ് ദ രജിസ്ട്രാർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്മെന്റൽ ഫംഗ്ഷൻസ് ഓൾസോ എന്ന് ഓർത്ത് വെച്ചു. അടുത്ത ക്ലിയർ അല്ലേ? അടുത്ത പറയാണ്, ആഫ്റ്റർ ദ ബൈഫർക്കേഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓഡിറ്റ് ഹു ഈസ് ദ കൺസേൺഡ് ഒഫീഷ്യൽ ഫോർ അഡ്മിനിസ്ട്രേഷൻ അറ്റ് ദ താലൂക്ക് ലെവൽ. ഇപ്പൊ താലൂക്ക് ലെവലിൽ നമ്മൾ ഇതുവരെ പഠിപ്പിച്ചാണ് രജിസ്ട്രാറിന്റെ ഹൈറാർക്കിയാണ്. ആരാണ് താലൂക്ക് ലെവലിൽ വരുന്നത്? ഓപ്ഷൻ എ പറഞ്ഞു ഡെപ്യൂട്ടി രജിസ്ട്രാർ, ഓപ്ഷൻ ബി പറഞ്ഞു അസിസ്റ്റന്റ് രജിസ്ട്രാർ, ഓപ്ഷൻ സിയിൽ പറയുന്നു അസിസ്റ്റന്റ് രജിസ്ട്രാർ, ഓപ്ഷൻ ഡിയിൽ പറയുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ, ഓപ്ഷൻ ഡിയിൽ പറയുന്നു ജോയിന്റ് രജിസ്ട്രാർ. ഇപ്പൊ ഏതാണ് ഇവിടെ ആൻസർ വരിക? ഡെപ്യൂട്ടി രജിസ്ട്രാർ ആണോ, അസിസ്റ്റന്റ് ആണോ, എന്താണ് അസിസ്റ്റന്റ് ഡയറക്ടർ ആണോ, ജോയിന്റ് രജിസ്ട്രാർ ആണോ? ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം താലൂക്ക് തലത്തിൽ ഓൾറെഡി പഠിപ്പിച്ചാണ്, ഹൈറാർക്കി പഠിപ്പിച്ചിട്ടുണ്ട്. താലൂക്ക് തലത്തിൽ വരുന്ന ആരാന്ന് ചോദിച്ചാൽ അത് അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിരിക്കും, ആണല്ലോ. താലൂക്ക് തലത്തിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണ്. എന്തിന്റെ കാര്യം നോക്കുക? അഡ്മിനിസ്ട്രേഷന്റെ കാര്യം നോക്കുക. നമുക്കറിയാം നമ്മുടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് എടുക്കും. ഇപ്പൊ ഒരു ഓഫീസിൽ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ 2 വിങ്ങായിട്ടായിരിക്കും ആൾക്കാർ വർക്ക് ചെയ്യുക, അല്ലെ? ഒരു ഭാഗത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ജനറൽ വിങ്, മറ്റൊരു ഭാഗത്ത് ഓഡിറ്റ് വിങ്. അഡ്മിനിസ്ട്രേഷൻ വിങ്ങിന്റെ തലവൻ രജിസ്ട്രാറും ഓഡിറ്റ് വിങ്ങിന്റെ തലവൻ DCIയുമാണ്. ഇപ്പൊ ഇവിടെ പറയുന്നത് കൺസേൺ ഒഫീഷ്യൽ ഫോർ അഡ്മിനിസ്ട്രേഷൻ അറ്റ് താലൂക്ക് ലെവൽ. താലൂക്ക് ലെവലിൽ അഡ്മിനിസ്ട്രേഷന്റെ കാര്യങ്ങൾ നോക്കുന്നത് അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണ്. ഇനി താലൂക്ക് ലെവലിൽ ഓഡിറ്റിന്റെ കാര്യങ്ങൾ നോക്കുന്ന ആരാണ്? അത് അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഇനി നമ്മൾ ഡിസ്ട്രിക്ട് ഒരു ജില്ലാതലത്തിൽ നമ്മൾ നോക്കുമ്പോൾ
അവിടുത്തെ അഡ്മിനിസ്ട്രേഷന്റെ കാര്യങ്ങൾ നോക്കുന്ന ആരാണ്? ജോയിന്റ് രജിസ്ട്രാർ അല്ലെ, ജോയിന്റ് രജിസ്ട്രാർ ആണ്. അവിടുത്തെ ഓഡിറ്റ് പരമായ കാര്യങ്ങൾ നോക്കുന്ന ആരാണ്? അത് ജോയിന്റ് ഡയറക്ടറാണ്. ഇപ്പൊ ഹൈറാർക്കി പഠിച്ചാൽ വളരെ വിശദമായിട്ട് പിന്നെ ഹെഡ് ഓഫീസിലെ കാര്യങ്ങളും എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ് അസിസ്റ്റ് ചെയ്യാനുള്ളതെന്നൊക്കെ ഞാൻ ഓൾറെഡി വളരെ വിശദമായിട്ട് തന്നെ എന്റെ ഹൈറാർക്കിയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കോർപ്പറേഷന്റെ ഏകദേശം ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. പിന്നെ 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും. അല്ലാതെ നമ്മൾ അതായത് ഒരു 15 ക്വസ്റ്റ്യനിൽ എങ്ങനെ പോലെ ഒരു 13 മാർക്ക് നമുക്ക് ഉറപ്പായിട്ടും ലഭിക്കും കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ പഠിക്കുക, ഒറ്റ കാര്യമുള്ളൂ, പഠിക്കുക എന്നുള്ള കാര്യമുള്ളൂ. ഒരു എന്താ പറയുക, നമുക്ക് കിട്ടുന്ന സമയത്തെല്ലാം നമ്മൾ പഠിക്കും. നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ, ഒരു നല്ല ജോലി കിട്ടിയാൽ നമ്മുടെ എൻ്റെ ഫാമിലി, നമ്മുടെ ഫ്യൂച്ചർ അല്ലേ ശരിയാവൂല്ലേ? ഓൾറെഡി നമ്മൾ നമ്മുടെ ഫാമിലി, നമ്മുടെ എന്താ പറയുക, എത്രത്തോളം നല്ലൊരു അവസരമാണ് ഇന്ന് സഹകരണ മേഖലയിലുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞു സാലറി, നമ്മുടെ വീഡിയോസിൽ സാലറി സ്കെയിലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പുതിയ DA ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പം എങ്ങനെ പോലെ ഒരു 40 എബോവ് തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് സാലറി, ഗ്രോസ് സാലറി ലഭിക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് പ്രൊമോഷൻസുകൾ, മറ്റു ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ, ഞാൻ വീണ്ടും പറയുന്നത് 6 മാസം ശരിക്കും പഠിച്ചാൽ, പ്രോപ്പറായിട്ട് പഠിക്കണം. 6 മാസം വന്നിട്ട് അലമ്പാൻ പറ്റത്തില്ല. നമ്മൾ പ്രോപ്പറായിട്ടൊന്ന് പഠിക്കുകയാണെങ്കിൽ വെറും 6 മാസം കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പം അതിൻ്റെ ക്ലാസ്സസ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് പ്രോപ്പറായിട്ട് ഒരു സിലബസ് ഉണ്ട് അല്ലേ, നമുക്ക് പ്രോപ്പറായിട്ട് ഒരു സിലബസ് ഉണ്ട്. നമ്മൾ ആ സിലബസ് കംപ്ലീറ്റ് ആയിട്ട്, സിലബസിനെ കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡഡ് ക്ലാസ്സസ് നമ്മുടെ ആപ്പിലുണ്ട് കേട്ടോ. സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് ക്ലാസ്സസ് നമ്മുടെ ആപ്പിലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സസ് മാത്രം കാര്യമില്ല, ലൈവ് ക്ലാസ്സസ്, മെന്ററിന്റെ സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ എക്സാംസുകൾ, എപ്പോഴും എക്സാംസുകൾ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോഡൽ എക്സാംസുകളും PYQs ഡിസ്കഷൻസും. ഓക്കെ, പിന്നെ ഇന്റർവ്യൂവിനുള്ള കോച്ചിങ്സുകളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചെന്ന് ഷോർട്ട് ലിസ്റ്റിൽ വരാൻ വേണ്ടി മാക്സിമം കേട്ടോ, മാക്സിമം എഫേർട്ട് ഇടുക. നമ്മൾ എപ്പോഴും ഞാൻ പറയും, നമ്മൾ മാക്സിമം പഠിക്കുക. എത്രത്തോളം കൂടുതൽ പഠിക്കുന്നു അത്രത്തോളം പെട്ടെന്ന് നമ്മൾ ലിസ്റ്റിൽ എത്താനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം നമ്മുടെ ക്ലാസ്സസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി കോഴ്സ് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വളരെ ചെറിയൊരു ഫീസിനാണ് I+ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് റെക്കോർഡ് ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സസ്, ക്വസ്റ്റ്യൻ ഡിസ്കഷന്, പിന്നെ ക്വസ്റ്റ്യൻ വർക്കൗട്ട്സുകൾ, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സഹകരണ മേഖല ജോലി ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ചുരുങ്ങിയ ഒരു ഫീസിലാണ് നമ്മൾ ഇവിടെ കോഴ്സ് ഓഫർ ചെയ്യുന്നത്. നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. 8606225522 എന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ താഴെ തന്നെ നമ്മൾ ലിങ്ക്, ഗൂഗിൾ ഫോംസിന്റെ ലിങ്ക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടെ വേണമെങ്കിൽ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, താങ്ക് യു.